ഹലോ ഗൈസ്, വെൽക്കം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഉത്സവമാണ് ഗൈസ്. നമ്മളിതാ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് റെഡ്മി നോട്ട് 17 ആണ് കേട്ടോ. ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. അതായത് അതെ, ഈ മാസം 12-ാം തീയതി ലോഞ്ച് ആയിട്ടുണ്ട് ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് മിഡ് റേഞ്ചിൽ, അതായത് ഒരു 20 to 30 ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ഫോൺ എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഇറ്റ്സ് വെരി വൈബ്രൻറ്റ് കളേഴ്സാണ്, നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. ലൈക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എനിക്ക് ഫോൺ ഓടിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കുന്നില്ല, പക്ഷേ നമുക്ക് ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് പറയേണ്ടതാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. 8000 mAh ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബോക്സിൽ തന്നെ 45 watts ചാർജിങ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 6GB RAM 128 നമുക്ക് 28 വരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ മൈജി എന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈജി മാത്രമല്ല, വേറെ ഇത് ഷോറൂമാണല്ലോ. ഓക്കെ, ഇപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യുന്നത് പട്ടാമ്പി മൈജി എന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ അപ്പോൾ വേറെ ഓഫേഴ്സുമായിട്ട് നമുക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റിയ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ്. കാരണം ഇതിൽ ഒന്നാമത്തെ ഒരു ബേസിക് യൂസ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പാരൻസിനാരെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ച് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ AMOLED ഡിസ്പ്ലേ ഉണ്ട്, 8000 mAh ബാറ്ററി ഉണ്ട്, പിന്നെ അത്യാവശ്യം സൗണ്ട് ഉണ്ട്. സിംഗിൾ സ്പീക്കർ തന്നെയാണ് വരുന്നത്, പക്ഷേ അത്യാവശ്യം സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാർജിങ് കിട്ടും 45 watts. പിന്നെ വലിയ ലാഗ്, സ്റ്റെക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നോർമൽ യൂസിന് ഗെയിമിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാവുമായിരിക്കാം. ഇതിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 4Gen 4 ആണ്, കുറച്ച് മുന്നത്തെ പ്രോസസ്സറാണ്. എന്നാലും ഗെയിമിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗെയിം കളിക്കാമെന്നല്ലാതെ മറ്റേ നോർമൽ യൂസ് കാര്യത്തിനൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റ് ബാലൻസ് ആണ്. അതായത് നമുക്ക് 8000 mAh ബാറ്ററി ഇതിലുണ്ട് നമുക്കറിയാം, പക്ഷേ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അതായത് 8000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പാരൻസിന് പറഞ്ഞത് വേറെ കാര്യം, ഇതിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്, ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ക്യാമറ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 50 MB ക്യാമറ വരുന്നത്. ക്യാമറ ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ കേട്ടോ, അത് നോക്കി പറഞ്ഞേ. പിന്നെ ഡിസൈനൊക്കെ കൊള്ളാം. ഓവറായിട്ടുള്ള വലിയ ക്യാമറ ഇതൊന്നും കൊടുക്കാതെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ അതൊക്കെ എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു. അതായത് മൂവീസ് കാണാനാണെങ്കിലും മൾട്ടിമീഡിയ അങ്ങനത്തെ സംഭവങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇപ്പോൾ എന്താ വേറെ വെച്ചാൽ ഹീറ്റിങ് കാര്യങ്ങളൊന്നും ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹീറ്റിങ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ ഗെയിമും കാര്യങ്ങളൊന്നും കളിച്ചില്ല, പക്ഷേ നോർമൽ യൂസിനും ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതിന് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. 7i ആണ് തോന്നുന്നു ഇതിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നത് ഉള്ള ഗ്ലാസ്സിന്. അത് ഉറപ്പില്ല കേട്ടോ, കൺഫേം അല്ല, എനിക്ക് ഓർമ്മയില്ല. പിന്നെ നല്ല ക്ലിക്കി ബട്ടൺസാണ്. കൊള്ളാം, ഫോൺ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതിൻ്റെ പിന്നെ 8GB 128 വരുന്നുണ്ട്. അതാകുമ്പോൾ 31,000 വരുന്നത്. ഇവരൊരു ലൈക്ക് എനിക്ക് തോന്നുന്നൊരു 256 കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ 35 ആയാലും 256 കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഞാനിവിടെ പട്ടാമ്പി മൈജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡെമോ ഫോണാണിത്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, സർക്കിൾ ടു സെർച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൊള്ളാം അല്ലേ? ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.